ഗായ്സ്, അപ്പോൾ വെൽവെറ്റ് ഓർഗാൻസ കൊണ്ട് ഒരു അനാർക്കലി ചെയ്തെടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് തുടങ്ങിയപ്പോഴാണ് എൻ്റെ മെഷീൻ്റെ സ്പീഡ് എത്ര പോരാ എന്നുള്ളതും അതിൻ്റെ സ്റ്റിച്ചസ് ഒക്കെ അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ളത് എനിക്കങ്ങ് തോന്നിയത്. ഓൾറെഡി ഈ വെൽവെറ്റ് ഓർഗാൻസ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത്ര അങ്ങ് നിൽക്കാത്തൊരു ടൈപ്പ് ക്ലോത്താണ്. അതിൻ്റെ കൂടെ ഇതുകൂടെ ആയപ്പോൾ ഞാൻ ആകെ പെട്ടുപോയിട്ടോ. പിന്നെ പൊതുവേ ഞാൻ ക്ലീനിങ്ങിലൊക്കെ കുറച്ച് ബാക്കോട്ടുള്ള ആളായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ, ഞാനിത് കോളേജിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഈ മെഷീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അന്നോട്ട് ഞാനിത് ക്ലീൻ ചെയ്തിട്ടില്ല. ഓൾറെഡി ഇത് കുറേ നാളായിട്ട് വീട്ടിൽ യൂസ് ചെയ്യാതിരിക്കുന്ന മെഷീനും കൂടെയായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് അമ്മ ഇതൊന്ന് അഴിച്ചു നോക്കിയപ്പോഴാണ് ഫുള്ള് ഡേർട്ട് അടിഞ്ഞു കൂടിയിരിക്കുന്നത്. അതിൻ്റെ ഈ പ്രഷർ ഫുഡ് നോക്കി എത്രത്തോളമാണ് അത് ഡേർട്ട് കിട്ടിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഐ നോ, ഇത് കാണുമ്പോൾ തന്നെ കുറേ പേർക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടാവും. ഈ കൊച്ചെന്താ ഇത്ര നാളായിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂട്ടായിരുന്നു. അത് സോറി, അതിനുള്ള ഒരു അവസരം ഒത്തു വന്നത് ഇപ്പോഴാണ്. അപ്പം അമ്മേനോട് പറഞ്ഞു എന്തായാലും ഇതിന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് ഇനി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതിയെന്ന്. പിന്നെ അങ്ങനെ ഫുള്ളിരുന്ന് ക്ലീൻ ചെയ്ത് ഞങ്ങൾ ആ ചുരിദാർ പകുതിയാക്കേണ്ട സമയം എടുത്തതൊന്ന് ക്ലീനായി വരാൻ. പിന്നെ ഞങ്ങളത് അഴിച്ചു പണിഞ്ഞതിന് ശേഷം സ്റ്റിച്ചസ് ഒക്കെ പെർഫെക്റ്റ് ആയില്ലേ, അതിൻ്റെ സ്പീഡൊക്കെ കറക്റ്റ് ആയില്ലേ നോക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനാർക്കലി കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കാൻ അങ്ങ് മറന്നുപോയി. അതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഗായ്സ്.